പശ്ചിമേഷ്യ അതിവേഗം ഒരു യുദ്ധത്തിലേക്ക് തന്നെ കടക്കുകയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയാം, രണ്ടാം ലോക മഹായുദ്ധമൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാവരുതേ എന്ന് ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ഒരു പശ്ചിമേഷ്യ ആ ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ പല രാജ്യങ്ങളോടൊപ്പം ചേരും. ഇപ്പോൾ അമേരിക്ക ഇറാനെ തിരിച്ചടിക്കും എന്നുള്ള രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അതിവേഗം തന്നെ ഇത് നിർത്തേണ്ടുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകും? തീർച്ചയായിട്ടും വീണ്ടും ഒരു യുദ്ധഭീതിയിൽ അല്ലേ നമ്മൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്താ സംഭവിക്കും എന്നറിയില്ല. ശരിക്കും ഇതൊരു ഇസ്രായേൽ അല്ലെങ്കിൽ പലസ്തീൻ കോൺഫ്ലിക്റ്റ് പോലെ അല്ല ഇത് വന്നേക്കണം. മറ്റൊരു രാജ്യത്തിലേക്കും അതുമായിട്ട് രണ്ട് രാജ്യങ്ങൾ അതിനെ ഇനി ചുവട് പിടിച്ചിട്ട് മറ്റു രാജ്യങ്ങൾ നമുക്കറിയാം ഒന്നാം ലോക മഹായുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളതും രണ്ടാം ലോക മഹായുദ്ധത്തിലും പിന്നീട് ആക്സിസ് അങ്ങനത്തെ രണ്ട് പവേഴ്സൊക്കെ ആയിട്ട് മാറി രണ്ട് ചേരികളായിട്ട് മാറും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കത് വലിയൊരു ആശങ്ക തന്നെയാണ്. കാരണം എവിടെയാണെങ്കിലും ഇത്രയും ഞാൻ എൻ്റെ അറിവ് വെച്ച കാലം തൊട്ട് പശ്ചിമേഷ്യ എന്ന് പറയുമ്പം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധഭൂമിയാണ് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും രഞ്ജിനി, ശരിക്കും ആലോചിച്ച് നോക്കിയേ, മതങ്ങൾ പിറവിയെടുത്ത ഒരു സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്ദത്ത ഭൂമിയാണ്, തേനും പാലും ഒഴുകണ കാനാൻ ദേശമാണെന്നൊക്കെയാണ് മതഗ്രന്ഥങ്ങൾ അല്ലേ. അവിടെ ആണെങ്കിലും ആ മതഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ഭൂമി, ആ ഭൂമിയിൽ അതിനെ ചൊല്ലിയുള്ള ഒരു പ്രശ്നങ്ങളാണ് ഇതെല്ലാം അല്ലേ. അതിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഇറാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലിയോളിത്തിക് ഏജ് തൊട്ട് ഒരു സംസ്കൃതി അല്ലേ, കൾച്ചറലായിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. സൈറസ് സ്ഥാപിച്ച പേർഷ്യൻ സാമ്രാജ്യം അങ്ങനെ വന്നു. പിന്നീട് അത് പക്ഷേ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെയൊക്കെ പ്രശ്നം എന്ന് പറയുമ്പം ഇറാൻ എന്നും വാർത്തകളുണ്ടായിരുന്നു അല്ലേ. ഇതിപ്പോൾ ഇസ്രായേലിന് മുമ്പ് തന്നെ ഇറാൻ എന്നും വാർത്തകൾ, അവർക്കിപ്പോൾ ഒരു എണ്ണ ഒരുപാടുള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇറാഖ് യുദ്ധങ്ങളൊക്കെ നമ്മുടെ കൂടെ ചൈൽഡ്ഹുഡിൽ കേട്ടുള്ള സംഭവങ്ങളാണ് അല്ലേ. ഇറാഖ് യുദ്ധം എന്നൊക്കെ പറഞ്ഞിട്ടും ഒരുപക്ഷെ നമ്മൾ ഇസ്രായേലും ഇന്ത്യയുടെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇസ്രായേലുമായിട്ടും ഒരു ബന്ധമുണ്ട്, ഇറാനുമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇറാൻ എണ്ണ ഇന്ത്യക്ക് വളരെ കുറച്ച് നമുക്ക് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യണ എണ്ണയുടെ കാര്യങ്ങളിലൊക്കെ ഇതാണ്. പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗഹൃദമാണ്. ഇന്ത്യയുടെ എന്ത് പ്രശ്നങ്ങൾക്കും എപ്പോഴും കൂടെ നിന്നിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള രീതിയിൽ ഇസ്രായേൽ സൗഹൃദം. പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ഒരു ഡിപ്ലോമാറ്റിക് നയങ്ങളുണ്ട്. നമ്മൾ കഴിവതും എന്താ പറയുക, ഒരു സമാധാനം കൊണ്ടുവരാനുള്ള ഒരു രീതിയിലായിരിക്കും ഇന്ത്യയുടെ ഒരു ഇടപെടൽ. കാരണം അങ്ങനെ ഒന്നിലേക്കും പണ്ടും അങ്ങനെയാണ്, ഇന്നും നമ്മൾ ഒന്നിൻ്റെ കൂടെയും നിന്ന് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. ഇവർക്കൊപ്പം ഒരു യുദ്ധം വലിയ കൊടുമ്പരി കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷെ ഇവിടെ നമ്മൾ ഭയക്കേണ്ടതായിട്ടുള്ള ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഇനി യുദ്ധമായിട്ട് വരുമ്പം അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് വന്നിട്ട് അമേരിക്ക ഇറാനെതിരെ നിൽക്കുമ്പോഴേക്കൊക്കെ പാകിസ്ഥാനെ അവരൊരു ബേസ് ആക്കി വയ്ക്കും അല്ലേ. അവിടെ മെയിൻ ആയിട്ടുള്ള മിലിറ്ററി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ബേസ് ക്യാമ്പ് ആക്കി പാകിസ്ഥാന് വെക്കുമ്പോൾ അമേരിക്കയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഇത് വരുമ്പോൾ അത് കിട്ടുന്ന അവസരം വെച്ചിട്ട് ഇന്ത്യക്ക് ഒരു പ്രശ്നം. കാരണം ഒരിക്കലും നമുക്ക് അമേരിക്കയെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ഇസ്രായേൽ നമുക്ക് എപ്പോഴും ഒരു ഉറ്റ സ്നേഹിതനാണ്, ഭയങ്കര ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആവുമ്പോൾ നിൽക്കുമ്പോൾ ഇന്ത്യയെ പരമാവധി അവർക്ക് സഹായിക്കാനും പറ്റില്ല. ഒരേ സമയം അവർ എത്ര പലസ്തീൻ്റെ കൂടെയുള്ള ഇഷ്യൂസിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യണം. ഇനി ഇറാൻ ഇങ്ങനെ വരുവാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്കും ആശങ്കയുണ്ട്, ഇല്ലെന്നല്ല. കാരണം ഈ അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്, അമേരിക്ക ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയും സുഹൃത്തെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അഫ്ഗാൻ യുദ്ധത്തിലൊക്കെ ആരുടെ ഒപ്പം നിന്നിട്ടാണ് അമേരിക്ക, ആ രീതിയാണ് അമേരിക്കയുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ. ശരിക്കും നമുക്ക് രണ്ട് മുട്ടനാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിക്കുന്ന ചെകുത്താൻ്റെ ഒക്കെ സ്റ്റാൻഡൊക്കെ പലപ്പോഴും എടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് അറബ് രാജ്യങ്ങളുടെ ഒരു നിശബ്ദതയാണ്, അതെ, നിലപാടല്ലേ. കാരണം സൗദി ഉൾപ്പെടെയുള്ള നിരവധി മറ്റ് രാജ്യങ്ങൾ എന്തായിരിക്കും ആരോടൊപ്പം എന്നുള്ളൊരു. പക്ഷെ അതിൽ വേറൊരു കാര്യമുണ്ട് രഞ്ജിനി, ഇപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഇറാൻ 30 വർഷമായിട്ട് ഉപരോധം നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അവിടെ ഇപ്പോൾ 30 വർഷമായിട്ട് ഉപരോധം നേരിടുമ്പോൾ തന്നെ അവിടെ ഉള്ളതെല്ലാം നമുക്കറിയാം. ഒരു 30 വർഷം ഒരു രാജ്യം ഉപരോധം നേടുമ്പം അവിടെ എല്ലാ കാര്യങ്ങളും കുറേ പഴകിയതായിരിക്കും. നമ്മുടെ കയ്യിലുള്ള പോലെ ഒന്നും ആയിരിക്കത്തില്ല കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് മറുവശത്താണെങ്കിലോ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിലൊക്കെ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രീതിയിലും. അതുകൊണ്ട് നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇന്നലെ ഇപ്പോൾ ഇറാൻ തിരിച്ച് ആക്രമിച്ചപ്പോൾ തന്നെ ഇസ്രായേലിന് നല്ല പ്രഹരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയാണ് ശരിക്കും പറഞ്ഞാൽ നോക്കിയിരിക്കുന്ന ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇന്നലെയായിരുന്നു. കാരണം എങ്ങനെയായിരിക്കും ഇറാൻ ഇത് പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കി. വെറും കടലാസ് പുള്ളി ആയിരിക്കുമോ, അല്ല ഞങ്ങളുടെ ന്യൂക്ലിയർ അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രഹരിക്കാനുള്ള ശേഷി ഉണ്ടോ എന്നൊക്കെ. പക്ഷെ തീർച്ചയായിട്ടും ടെല്ലവീവിന്, അതായത് ഇസ്രായേൽ പോലൊരു രാജ്യത്തിനെ, ഇത്രയും ഇതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിനെ അവരൊരു നിമിഷത്തേക്കാണെങ്കിലും നന്നായിട്ട് ഭയപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കാരണം ടെല്ലവീവിൽ നമ്മൾ കണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. പക്ഷെ ആ സമയത്ത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അത് 200 മീറ്റർക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാൻ നമുക്ക് മേലെ എത്രയോ ഡ്രോണും മിസൈലും ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് നമ്മൾ ചേർത്ത് നിന്നു എന്നുള്ളതാണ്. അവിടെയാണ് അത്രയ്ക്ക് അങ്ങോട്ട് അതൊരു പോയിന്റാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണത്. പക്ഷെ എന്നിരുന്നാൽ പോലും
എത്രത്തോളം പിടിച്ചു നിൽക്കാനുള്ളൊരു ശക്തി, കാരണം അങ്ങനെയാണെങ്കിൽ മറ്റ് കുറേ രാഷ്ട്രങ്ങൾ ഇറാനൊപ്പം ഇതിനിടയിൽ ഇപ്പം മാഞ്ചു പറയുന്നത് പോലെ ഇറാഖ് യോർദാൻ കിടക്കുന്നുണ്ട്, ഇവരുടെ അതിർത്തി പങ്കിട്ടുകൊണ്ട് ഇടയ്ക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറത്തുകൂടാണ് മിസൈൽ അങ്ങോട്ട് കൊണ്ട്. ഇതിനിടയിൽ വീണ് കഴിഞ്ഞാൽ അവർ പ്രതികരിക്കും സ്വാഭാവികമാണ്. പിന്നെ അത് മിക്കവാറും അറബ് രാജ്യങ്ങളുടെ ഇടയിലുള്ള ഒരു സംഘർഷമായിട്ട് മാറാൻ സാധിക്കും. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇറാൻ അങ്ങനത്തെ രാജ്യങ്ങൾക്ക് ഒരു അധിനിവേശം മുഖം, അല്ലെങ്കിൽ ഒരു അധിനിവേശം രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുള്ള ഒരു കുറേ മതരാഷ്ട്രങ്ങളാണ് ഇതൊക്കെ. സത്യമല്ലേ? ഇപ്പം ഇവർക്ക് ഇപ്പം മറുപക്ഷം ഇസ്രായേൽ വേണമെന്നില്ല, അല്ലെങ്കിൽ ഒരു മതം വേണമെന്നില്ല. സ്വന്തം മതത്തിനുള്ളിൽ തന്നെ ഷിയ സുന്നി ആ പ്രശ്നങ്ങളിൽ യുദ്ധത്തിൽ ഇടപെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇറാഖ് പോയിട്ട് പണ്ട് സദാം ഹുസൈന് കുവൈറ്റ് പോലെ ഒരാൾ. അപ്പൊ അറബ് രാജ്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മതം അങ്ങനത്തെ ഇതൊന്നുമില്ല. കോൺഫ്ലിക്റ്റ് എപ്പോഴും ഇവിടെ വേണം, കാരണം രക്തത്തിൽ അലിഞ്ഞു പോയിട്ടുണ്ട് കുറച്ച് അധിനിവേശ രാഷ്ട്രങ്ങളാണ് ഇതൊക്കെ. ബിക്കോസ് മറ്റൊന്നിലേക്ക് കടന്നു കയറി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഡിപ്ലോമാസി എന്നൊക്കെ പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിനും പ്രാക്ടിക്കലൊന്നുമല്ല. ഒരു രാജ്യവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുഹൃത്തുമല്ല. സുഹൃത്തായിട്ടിരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും അവനവൻ്റെ അതിരുകൾ അത് തന്നെയാണ് പ്രധാനം, അല്ലേ? ജിയോഗ്രഫിക്കലി നമുക്ക് അതിർത്തികളുണ്ട്. അതിരുകളിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അന്നേരം സൗഹൃദങ്ങൾക്കൊക്കെ എത്രത്തോളം മാനമുണ്ടെന്നൊന്നും, സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഈ യുദ്ധം മുന്നോട്ട് നീണ്ടു പോകുകയാണെങ്കിൽ ഇങ്ങനെ 1-2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. കാരണം ഇന്ത്യയുടെ കാര്യം പിന്നെ നമുക്കറിയാം, ലോകത്തൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ, വലിയ പ്രബല ശക്തികളൊക്കെ തമ്മിലുള്ളൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സാമ്പത്തികപരമായിട്ടും എന്തൊക്കെ രീതിയിലാണ് മൊത്തം ബാക്കിയുള്ള രാജ്യങ്ങളെ ബാധിക്കുന്നത് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഗോൾഡിൻ്റെ വിലയൊക്കെ അങ്ങനെ റോക്കറ്റ് പോലെ ആയി, ഓഹരി വിപണി, കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇക്കണോമിനൊക്കെ ബാധിച്ചു തുടങ്ങി. അപ്പോൾ അത് തന്നെയാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, അല്ലേ, ആ സിവിലിയൻസിൻ്റെ ഒക്കെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പോഴൊക്കെയാണ് നമുക്ക് തോന്നുന്നത് മതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ദൈവഭൂമിയാണെന്ന് പറഞ്ഞൊരു നാട്, ആ ദൈവഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ മനുഷ്യരും യുദ്ധം അഭിമുഖീകരിച്ച് ജീവിതം നരകമായിട്ട് വരുമ്പോൾ എന്താണ് ഈ ദൈവം, എന്താണ് ഈ മതശാസന അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുള്ളത്? തേനും പാലും ഒഴുക്കുന്ന കാനാൻ ദേശം, അല്ലെങ്കിൽ വാഗ്ദത്ത ഭൂമി, ദൈവം കൽപ്പിച്ച. പക്ഷെ ആ ഭൂമിയിൽ എന്തെങ്കിലും സമാധാനമുണ്ടോ? അപ്പോൾ അതെന്താണ്? ആ രീതിയിലൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങളൊക്കെ എത്ര ശരിക്കും, അല്ലേ, മതത്തിലോട്ട് അമിത വിശ്വാസം പാടില്ല. നമ്മൾ മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും. ജനം മാറി തുടങ്ങണം. അതായത് എന്ന് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഈ മതബോധം മാറിയിട്ട് ഭൂതകാലത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടുള്ള കോൺഫ്ലിക്റ്റുകൾ നമ്മളെ ഇന്ന് ബാധിക്കുന്നില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു മതബോധവും മതശാസ്ത്രവും മനസ്സിൽ പോകും. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളെപ്പോഴും റിഫൈൻ ചെയ്ത് വന്നിരിക്കുന്ന ഒരു മതമാണല്ലേ നമ്മുടെ സനാതന ധർമ്മം. ശരിക്കും, അല്ലേ, ഹിന്ദുയിസം ഒരുപാട് നെഗറ്റീവ്സ് ആദ്യത്തെ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഓരോ പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യുവാണ്, പദം വരുത്തി എല്ലാ മതങ്ങളെയും സ്വീകരിക്കാനുള്ള ഒരു മനസ്ഥിതി. ആ ഒരു ധർമ്മത്തോളം നമുക്കതാണല്ലോ നമ്മുടെ ഭാരതത്തിൽ എന്തായിരുന്നു, എല്ലാ മതങ്ങളെയും ജനാധിപത്യം, മുസ്ലിംസ് ആയാലും എല്ലാവരും, സൊരാസ്ട്രിയൻസ്, പാർസ്, എല്ലാവരെയും നമ്മൾ സമാധാനത്തോട് ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. ഹിന്ദു രാഷ്ട്രം എന്നുള്ള പേരേ ഇല്ലല്ലോ ഇപ്പോൾ. അത് ശരിക്കും നമ്മുടെ ഒരു ധർമ്മമാണ്, അല്ലേ? അതൊരു ഹിന്ദു എന്നുള്ള ഒരു ഇത് തന്നെ നമ്മുടെ ഒരു സംസ്കൃതിയുടെ ഭാഗമാക്കി ആര് വന്നു കഴിഞ്ഞാലും അതിലുള്ള ഒരു ക്വാളിറ്റീസ് നമ്മൾ ഉൾക്കൊണ്ട് അതും കൂടെ തോന്നിയിട്ടുണ്ട്. അധിനിവേശ മതങ്ങളെല്ലാം വന്നപ്പോഴും ആ മതങ്ങളിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എടുക്കാം അതും കൂടെ നമ്മൾ മിക്സപ്പ് ചെയ്തെടുത്തിട്ട് മനോഹരമായിട്ട് മുന്നിൽ പോകുന്ന ഒരു രാജ്യമാണ്, അല്ലേ? പക്ഷേ യുദ്ധം വരുമ്പോൾ തീർച്ചയായിട്ടും ഈ അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടാകുമ്പം ഈ എയർവേസ് ക്യാമ്പ്സ് എന്നുള്ള രീതിയിൽ ഇതിനും ഇസ്രായേൽ ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നെങ്കിലും എനിക്ക് തോന്നി ഇസ്രായേൽ ഹമാസിനെതിരെയൊക്കെ ഒരുവിധം ഗാസയൊക്കെ അടിച്ച് നിരപ്പാക്കി കളഞ്ഞു. എന്നിട്ടാണ് ഇറാനിലേക്ക് തിരിഞ്ഞത്. ഇറാനിലേക്ക് നേരത്തെ ഒരു വാണിംഗ് കൊടുത്തു. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഈ ഹമാസിനെ അടിച്ച് തകർത്തുവെങ്കിലും ആ ചിന്താഗതി ഇറാനിന് പറ്റത്തില്ല, ഒരിക്കലുമില്ല. കാരണം അത് ആശയം ഭയങ്കര തീവ്രമാണ്. ഹമാസ് ആശയം പേർന്ന മനുഷ്യർ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ ഇതിപ്പോൾ കോൺഫ്ലിക്റ്റ് അവിടെ പശ്ചിമേഷ്യയിലാണെങ്കിലും കേരളത്തിലാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അടി. ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഉണ്ട് കേട്ടോ, ഒരു പ്രശ്നമാണ്. മതം പേർന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് മല്ലേ ചോറിങ്ങും നമ്മൾ പറയില്ലേ കൂറങ്ങുമായിട്ട്. ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയം, അല്ലേ? ആ സമയത്ത് പോലും നമ്മുടെ പ്രധാന എതിരാളി ബ്രിട്ടനെ ഓടിക്കണം എന്നാണ്. പക്ഷെ അപ്പോഴും തുർക്കിയുടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനെ എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഇടയിൽ മിക്സപ്പ് ചെയ്ത ബിരുദന്മാർ. അപ്പോൾ അന്നും മതബോധമുള്ള ആൾക്കാരാണ്. മതം തലയിൽ ബാധിച്ച മനുഷ്യരാണ്. അതിൻ്റെ ആ ഒരു ഇത് ഇന്നുമുണ്ട്. എവിടെയോ ഉള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇവിടെ കേരളത്തിൻ്റെ നമ്മുടെ സ്വന്തം രാജ്യത്തുണ്ടായ പ്രശ്നത്തിൽ പോലും ഇത്രയും വലിയ ഇത് പണ്ടുണ്ടായിട്ടുണ്ടായിരുന്നു. ഇത്രയും വികാരം ഞാൻ കണ്ടില്ല. അതെനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അമേരിക്ക. അത് പക്ഷെ എനിക്ക് തോന്നുന്നു
പണ്ട് ഈ ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു മലയാളി പോലും അതിൽ മരിച്ചിരുന്നു. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറയുന്ന ഒരു വികാരം എന്ന് പറയുന്നത് അത് ഒരു രാഷ്ട്രീയത്തിനും ഒരു നമ്മുടെ സൈനിക തലവൻ മരിച്ചപ്പോൾ എന്തായിരുന്നു അതെ അതെ സന്തോഷം. ആ ഈ ഒരു വികാരം നമ്മുടെ തുറന്നു പറയാൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇല്ലാണ്ട് പോയി. പക്ഷെ ഇന്ന് ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഉണ്ടായ രോഷം, ഇസ്രായേൽ തെമ്മാടി രാഷ്ട്രമാണ്. മറ്റേത് വന്നപ്പോ ഓപ്പറേഷൻ സിന്ദൂർ, അത് സിവിലിയൻസിന് നേരെ അല്ലേ, നമുക്ക് ദൂരെ നിന്ന് നോക്കുന്നവർക്ക് അത് യുദ്ധം, അടുത്ത് നിൽക്കുന്നവർക്കേ അറിയത്തുള്ളൂ. ഇടത് ലിബറൽ ആ ഒരു വോക്കിസം ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും അശ്ലീലമായിട്ടുള്ള കുറേ മനുഷ്യരാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഒറ്റുകാർ അല്ലെങ്കിൽ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ. പണ്ടും ഉണ്ടായിരുന്നു അമേരിക്കയുടെ യുദ്ധം, മറ്റേ അമേരിക്കയും ഇറാഖ് വാർ, ആ ഒരു സദാം ഹുസൈൻ്റെ പ്രശ്നം വന്നപ്പോൾ കേരളത്തിൽ സദാം ഹുസൈൻ ഫാൻസ് ഉണ്ടായിരുന്നു. രഞ്ജിനി ശ്രദ്ധിച്ചിട്ടില്ലേ ആ പണ്ടത്തെ കാലങ്ങളിൽ? അപ്പോൾ അന്നത്തെ ഇവിടെ അന്തംസൊക്കെ പറഞ്ഞുകൊണ്ട് അന്നത്തെ ദേശാഭിമാനിയായിരുന്നല്ലോ ബുക്ക് ചെയ്ത്, അന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ല. അന്നത്തെ പുസ്തകങ്ങൾ സ്കഡ് മിസൈലിന് എന്തോ വലിയൊരു സംഭവമാണെന്ന് കരുതി ഇപ്പോഴത്തെ അമേരിക്ക തകർന്നടിഞ്ഞു, സാമ്രാജ്യത്തെ അമേരിക്കനെ സദ്ദാം അങ്ങ് തകർത്തടിഞ്ഞു എന്ന് പറഞ്ഞു. എന്ത് പറ്റി നമ്മൾ അറിഞ്ഞു? സ്കഡ് മിസൈൽ ഒരു മൂലയ്ക്ക് പോയി, അമേരിക്ക എന്തായി പടമായി, സദ്ദാം ഹുസൈൻ ചിത്രത്തിലായി. എന്നിട്ടും സദ്ദാം ഹുസൈന്റെ ഫാൻസ് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഹമാസിന്റെ ഫാൻസ് ഒരു മൂലയിലായി. ഇനി എവിടെ ഈ കേരളത്തിൽ ഹമാസിന് ഫാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എവിടെ എത്തി നിൽക്കുവാണ്. അപ്പൊ ഇപ്പോഴും മതബോധം, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്, മതം ഉള്ള മനുഷ്യരുണ്ടാവും. അത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയുന്നത് ചൈനയെ കണ്ടുപിടിക്കട്ടെ, അവർക്ക് പോലും ഇത്ര തോന്നില്ല. അവര് തന്നെ ഇപ്പോൾ അവരുടെ രാജ്യം എങ്ങനെ വികസിക്കണം. ചൈനക്കകത്ത് യൂഗൂർ മറ്റേ മുസ്ലിംസ് ഉണ്ട്, ആ വിഭാഗത്തിന് അവിടെ അടിച്ചമർത്തി അങ്ങ് ഇതാക്കിയിട്ടേക്കണം. അതിനെക്കുറിച്ച് ഓർത്ത് കരച്ചിലൊന്നുമില്ല. ഇന്ത്യയിൽ ഇവിടെ ബംഗ്ലാദേശിലുള്ള അഭയാർത്ഥികൾ നമ്മൾ ഇത് കൊടുക്കണം മുസ്ലിംസിന്. ഇതാണ് ഇവിടുത്തെ വരട്ട് തത്വവാദം എന്ന് പറയില്ല. പക്ഷെ അത് ഞാനൊരിക്കലും ഈ സുഡാപ്പികളെ കുറ്റം പറയുന്നില്ല, അവർക്കെപ്പോഴും അത് തന്നെയാണ്, അവർക്ക് മതം പേർ നടക്കുന്ന ആൾക്കാർ. പക്ഷെ ലെഫ്റ്റ് ലിബറൽസോ അതാലോചിച്ച് നോക്കുക, അവരാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. കാരണം അവരാണ് ഇവിടെ ഇല്ലാത്ത ഈ മതബോധം മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്ത് ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം സത്യത്തിൽ ഇന്ത്യയുടെ ശത്രു എന്ന് പറയുമ്പം ലെഫ്റ്റ് ലിബറൽ വോക്ക് ആ ഇതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യുവൻ്റെ കാര്യം പറയണം. യുവനൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരുടെ യുവനൊക്കെ ഒരു എന്താ പറയുക, ഒന്നും പറയാനില്ലാത്തൊരു രാജ്യത്തായി മാറിയല്ലേ. തീവ്രവാദത്തിൻ്റെ പൈസ മേടിച്ച് ആ ഒരു രീതിയാണ് തോന്നിയിട്ടുള്ളത്. യുവനൊക്കെ ഭയങ്കര എന്തിനു വേണ്ടിയാണ് യു എൻ അന്താരാഷ്ട്ര സംഘടന എന്ന് തോന്നിയിട്ടുണ്ട്. തീവ്രവാദത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനമൊക്കെ. അപ്പം മൊത്തത്തിൽ മാറണം. പക്ഷേ യുദ്ധം എന്നുള്ള രീതിയിൽ ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറയുമ്പോൾ എപ്പോഴും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇരകളെന്ന് പറഞ്ഞാൽ പാവം കുട്ടികളും സ്ത്രീകളുമാണ്. പണ്ട് കാലാതീത കാലം മുതൽക്ക് തന്നെ ഏത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ ഏറ്റവും വലിയ പാവം ഇരകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സ്ത്രീകളും കുഞ്ഞുങ്ങളാണ്. അത് ഓർക്കുമ്പോഴാണ് ഭയങ്കര വിഷമം. ഇനിയും നമുക്ക് കാണാമല്ലേ, കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങൾ, അതോർത്ത് മാത്രമേ ഉള്ളൂ വിഷമം. പക്ഷേ നമുക്ക് പ്രാർത്ഥിക്കാം, എന്താണ്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, എല്ലാം നന്നായിരിക്കട്ടെ.